നമ്മുടെ തേജസ്സിനെക്കുറിച്ച്, നമ്മുടെ മഹത്വത്തെക്കുറിച്ച് മറ്റൊരു വാക്യം ഇതാ. 2 കൊരിന്ത്യർ 3:16. കർത്താവിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോകും. മോശയുടെ പുസ്തകം വായിക്കുമ്പോൾ മൂടുപടം ഇന്നയോളം അവരുടെ ഹൃദയത്തിന്മേൽ കിടക്കുന്നു. കർത്താവിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോകും. കർത്താവ് ആത്മാവാകുന്നു. കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. ഈ വചനം നമുക്ക് തരുന്ന ഒരു വെളിച്ചം, നാം ഈ ഭൂമിയിൽ വെച്ച് തന്നെ തേജസ് പ്രാപിക്കും എന്നല്ലേ? എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിലേക്ക് തിരിഞ്ഞപ്പോൾ, മാനസാന്തരപ്പെട്ടപ്പോൾ ആ ഇരുട്ട് മാറി, മൂടുപടം മാറി, വചനം ശരിയായി മനസ്സിലാക്കാൻ തുടങ്ങി. അങ്ങനെ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നമ്മുടെ മുഖത്ത് നിന്ന് കർത്താവിനെ പ്രതിബിംബിപ്പിക്കാവുന്ന നിലയിലേക്ക് നമ്മുടെ മേൽ തേജസ് വരുമെന്ന് ഈ വചനം പറയുന്നില്ലേ? കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. നാം അതേ പ്രതിമയാകുന്നത് ഇവിടെ വെച്ചല്ല, പക്ഷേ തേജസ് പ്രാപിക്കുന്നു, തേജസ്സിന്മേൽ തേജസ് പ്രാപിക്കുന്നു. അങ്ങനെ നാം തേജസ്സിൽ ഒരു വളർച്ച ഇവിടുന്ന് തുടങ്ങുമെന്ന് ഈ വചനം നമുക്കൊരു വെളിച്ചം തരുന്നില്ലേ? എത്രയോ നാളുകളായി നാം വാട്സപ്പ് വചനധ്യാനം നടത്തുന്നു. ഇത് പാലല്ല, കട്ടിയായ ആഹാരമാണ്. ആദ്യമായിട്ടൊക്കെ കേൾക്കുന്നവർക്ക് ഇത് പിടികിട്ടത്തില്ല. നിശ്ചയമായിട്ടും നമ്മുടെ ക്രിസ്തീയ ജീവിതം തേജസ്സുള്ളതായി തീരട്ടെ. ആമേൻ. പ്രാർത്ഥനാപൂർവം ശ്രദ്ധിക്കുക. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന വചനവും നാം ഇതിനോട് ചേർത്ത് ചിന്തിക്കേണ്ടതാണ്. അത് നിത്യതയിൽ ലഭിക്കുന്ന കാര്യമായിട്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ് നാം ഇന്നുവരെയും വ്യാഖ്യാനിച്ചിട്ടുള്ളത്, കേട്ടിട്ടുള്ളത്. നമ്മുടെ കർത്താവിൻ്റെ വരവിൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന ആ തേജസ് വിചാരിച്ചാൽ ഇക്കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. അപ്പോൾ ഇക്കാലത്തിൽ കഷ്ടവും വരുവാനുള്ള കാലത്തിൽ തേജസ്സും എന്ന പൊതുവായ ഒരു വ്യാഖ്യാനവും അർത്ഥവും നമുക്ക് സുപരിചിതമാണ്. എന്നാൽ അതിൽ നിന്നൽപ്പം വ്യത്യസ്തമായിട്ടാണ് ഈ വചനം നമ്മെ കാണിക്കുന്നത്. മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം മാറുന്നു. അങ്ങനെ നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടും. എല്ലാവർക്കും ഇതിൻ്റെ വലിയ വെളിപ്പാടുകൾ ലഭിപ്പാൻ കർത്താവ് കൃപ ചെയ്യട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.